ഹായ് ഫ്രണ്ട്സ്, ക്രാക്ക്പോട്ട് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതേ കണ്ടോ, ടച്ച് കോളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ നീളം 6 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ 2 പീസുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ നീളം 5 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ 2 പീസുകളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം എടുത്ത 16 സെൻറ്റിമീറ്റർ നീളം 6 സെൻറ്റിമീറ്റർ വീതിയിലുള്ള കഷ്ണത്തിൽ നമ്മൾ സ്പീക്കറിൻ്റെ വായ്വട്ടം കറക്റ്റായി വരുന്ന വിധത്തിൽ 2 റൗണ്ട് ഷേപ്പിൽ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്പീക്കർ അതിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്പീക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എയർ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 PVC പൈപ്പിൻ്റെ അറ്റത്ത് നെറ്റ് ഒട്ടിച്ച് വെച്ച് നമ്മളൊരു എയർ ഹോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഹോളിലോട്ട് സ്പീക്കറുകൾ ഒന്നൊന്നായിട്ട് ഇറക്കി വയ്ക്കാം. ഇറക്കി വെക്കുമ്പോൾ എല്ലാ സൈഡും ഒരേപോലെ മുട്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ 2 സ്പീക്കറും ശരിയായ രീതിയിൽ പലകയിൽ മുട്ടി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ പശ എടുത്തിട്ട് നമ്മളൊരു ഈർക്കിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഈ പശ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. തേക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡയഫ്രത്തിലാവാതെ നോക്കണം ഗൈസ്. അപ്പം നമ്മളതിന് ചുറ്റും ഫെവിക്കോൾ ഇട്ട് നല്ല ഉഷാറാക്കി ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫെവിക്കോളിൽ SH ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗൈസ്. നമ്മൾ എയർ പോകുന്നതിന് വേണ്ടി PVC പൈപ്പിൽ ഉണ്ടാക്കി വെച്ച ഈ ഒരു എയർ ഹോള് ഈ നെറ്റ് മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ പശ തേച്ച് ഒട്ടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ പശയൊക്കെ തേച്ച് നല്ല ഉഷാറാക്കി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ഉഷാറായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമ്മൾ 4 വയർ സ്പീക്കറിൽ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ബ്ലാക്ക് വയേഴ്സ് നെഗറ്റീവ് വയേഴ്സും വെള്ളയും റെഡും പോസിറ്റീവ് വയേഴ്സും ആയിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്ലഷ് ക്യുക്കാണ്. നമ്മളെ എയർ ഹോളിൻ്റെ അവിടേക്ക് നിന്ന് നമ്മളൊന്ന് ഈ പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല ഉഷാറായിട്ടൊന്ന് ഒട്ടി നിൽക്കാനായിട്ട് ഗൈസ്. നമ്മൾ സ്പീക്കറിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ നമ്മൾ ഈ പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ഡയഫ്രത്തിലാവാതെ ശ്രദ്ധിക്കണം ഗൈസ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ നീളം 5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഈ ഒരു പീസാണ്. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച ശേഷം നമുക്കൊന്ന് മട്ടൻ ചാരി കറക്റ്റാണോ നോക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും ഒട്ടിച്ച് ചേർക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ 2 സൈഡും ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് രണ്ടാമത്തെ പീസ്, അതായത് 16 സെൻറ്റിമീറ്റർ നീളം 6 സെൻറ്റിമീറ്റർ വീതിയിലുള്ള മറ്റേ പീസ് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരത്തെ ഒട്ടിച്ചതുപോലെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ നീളം 7 സെൻറ്റിമീറ്റർ വീതിയിൽ വേറൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നന്നായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പശ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച പീസ് നമുക്ക് അതിൻ്റെ മുകളിലായി വെച്ചിട്ട് ആണി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആണി അടിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റീപ്പർ ആണിയാണ്. 1/4 ഇഞ്ച് കഷ്ണത്തിലാണ് നമ്മൾ ആണി അടിക്കുന്നത്. അപ്പോൾ പൊളിയാതെ പതിയെ നമ്മൾ ശ്രദ്ധാപൂർവ്വം അടിക്കണം. നന്നായി അടിച്ചു കൊടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ആണി അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ കോണിലൊക്കെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഗൈസ് നമ്മളിപ്പോൾ 3.7 വോൾട്ട് ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. 1850 mAh ബാറ്ററിയാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ കുറച്ച് പശ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിക്കാം. ബാറ്ററിയിൽ നിന്ന് 4 വയേഴ്സ് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ചാർജിങ് സ്ലോട്ടിനും ബാറ്ററി പോസിറ്റീവും നെഗറ്റീവും. ഗൈസ് നമ്മൾ 16 സെൻറ്റിമീറ്റർ നീളം 7 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മളൊരു കഷ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു ഫ്ലൈവുഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ ഇവിടെ ആയിട്ട് 3 ഓട്ടകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ബോർഡിൻ്റെ USB പോർട്ട് ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളവിടെ ചെറുതായിട്ടൊന്ന് കൊതച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ബാറ്ററിയിൽ നിന്ന് ഒരു നീല വയറും ഒരു മഞ്ഞ വയറും എടുത്തിട്ട് ആ ഹോൾഡിടാം. അടുത്തായിട്ട് ഒരു നീല വയറും മഞ്ഞ വയറും എടുത്തിട്ട് മറ്റേ ഹോൾഡ് ഇടാം. അതേപോലെ തന്നെ സ്പീക്കറിൻ്റെ ബ്ലാക്ക് വയറും വെള്ള വയറും എടുത്തിട്ട് ഒരു ഹോൾഡിടാം. അതേപോലെ തന്നെ റെഡ് വയറും ബ്ലാക്ക് വയറും എടുത്തിട്ട് ഒരു ഹോൾഡിടാം. അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്തായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളവിടെ ഒരു ഗ്യാപ്പ് ഒഴിച്ചിരുന്നുണ്ട്. അത് നമ്മളെ ബോർഡ് വരുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ ഭാഗത്തും പശയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ കടത്തി ഇതിലേക്ക് വെച്ചതിന് ശേഷം ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ സൈഡും ആണിയൊക്കെ അടിച്ച് സാൻഡറൊക്കെ അടിച്ച് കോണൊക്കെ ഉരുട്ടി അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ വയറെടുത്ത ഓരോ ഹോളിലും പശയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് നോർത്തിയിട്ട് ഈ ഒരു ബോർഡ് വയ്ക്കുന്നതിനുള്ള കേസ് ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഈ ബോർഡിൽ ചാർജിങ് സ്ലോട്ട് ഇല്ലാത്ത കാരണം ഞാനൊരു ചാർജിങ് സ്ലോട്ടും കൂടെ ആ കേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഈ ബോർഡിൽ പറഞ്ഞ പ്രകാരം കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററി നെഗറ്റീവ്, ബാറ്ററി പോസിറ്റീവ്, സ്പീക്കർ 1ൻ്റെ മൈനസും പ്ലസും, അതേപോലെ സ്പീക്കർ 2ൻ്റെ മൈനസും പ്ലസും. അതേപോലെ തന്നെ നമ്മൾ ചാർജിങ് സ്ലോട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പോസിറ്റീവ് വയർ ചാർജിങ് സ്ലോട്ടിൻ്റെ പോസിറ്റീവിലേക്കും ബാറ്ററിൻ്റെ നെഗറ്റീവ് വയർ ചാർജിങ് സ്ലോട്ടിൻ്റെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് തല തിരിച്ച് ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് നമുക്ക് ഇവിടെ 2 സ്ക്രൂകൾ ചെയ്ത് കൊടുക്കാം. മച്ചന്മാരെ അങ്ങനെ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കാണ്. ബ്ലൂടൂത്ത് ഓണായി. നമ്മൾ ഒരു ഫോൺ എടുത്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഓണാക്കി. അതിനുശേഷം സെർച്ചിൽ പോയിട്ട് ഇതാണ്ടോ TG 113 ബ്ലൂടൂത്ത് നെയിം. നമുക്ക് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ വേൽമുരുക എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് തുടക്കം മുതലൊന്ന് നമുക്ക് വയ്ക്കാം.
ഗൈസ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറമാൻ ശ്രീരാഗിനൊപ്പം ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.